ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ വഴുതനങ്ങ കറി തയ്യാറാക്കിയെടുത്താലോ. സ്പെഷ്യൽ കറി എന്ന് ഞാൻ പറയുന്നത് ഇത് നമ്മൾ സാധാരണ വഴുതനങ്ങ കറി തയ്യാറാക്കിയെടുക്കുന്ന പോലെയല്ല കേട്ടോ ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മൾ സാധാരണ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു ഗ്രേവി തയ്യാറാക്കാറുണ്ട് അതിൻ്റെ സൈഡ് ഡിഷായിട്ട്. ഏകദേശം നമ്മൾ ആ ഗ്രേവിയുടെ പോലെയാണ് നമ്മൾ ഇന്ന് ഈ കറി തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്കപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിവിടെ 6 വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ 6 വഴുതനങ്ങ ഞാൻ കുറച്ച് നേരം ബേക്കിംഗ് സോഡയിൽ മുക്കി വെച്ചതിന് ശേഷം ടാപ്പ് വാട്ടറിന് അടിയിൽ വെച്ചിട്ട് നല്ല പോലെ കഴുകി വൃത്തിയാക്കിയെടുത്ത വഴുതനങ്ങയാണ്. ഈ വഴുതനങ്ങ നമ്മൾ ഇതേപോലെ ഒന്ന് 4 ആക്കിയിട്ടൊന്ന് മുറിക്കണം. അതായത് നമ്മൾ അറ്റം വിട്ട് വരാത്ത വിധത്തിൽ 4 ഭാഗമാക്കിയിട്ട് നമ്മളൊന്ന് മുറിച്ച് നിർത്തിയാൽ മതി. അതായത് ഫുള്ള് മുറിച്ച് മാറ്റണ്ട, നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ വഴുതനങ്ങ 4 ആക്കി മുറിച്ച് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ വഴുതനങ്ങ മുറിക്കാതെ തന്നെ ഫുള്ളായിട്ട് കറിയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വഴുതനങ്ങയുടെ ഉള്ളിലേക്ക് നമ്മൾ മസാലയും ഉപ്പൊക്കെ നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ 4 ആക്കിയിട്ട് ഒന്ന് മുറിച്ച് വെക്കുന്നത്. മുറിക്കാതെ അങ്ങനെ തന്നെ വഴുതനങ്ങ ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഒരിക്കലും അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പും മുളകും പുളിയൊന്നും പിടിക്കില്ല. അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. ഇനി നമ്മളിപ്പോൾ എല്ലാ വഴുതനങ്ങയും മുറിച്ചതിന് ശേഷം നമുക്ക് ഈ വഴുതനങ്ങ കുറച്ച് നേരം ഒന്ന് ഉപ്പും വെള്ളത്തിൽ ഇട്ട് വെക്കാം. ഉപ്പ് മാത്രമല്ല അതിൽ കുറച്ച് മഞ്ഞളും കൂടി കലക്കിയിട്ട് ഇട്ട് വെച്ചാൽ മതി. അധികം നേരമൊന്നും ഇതേപോലെ ഇട്ട് വെക്കേണ്ട. നമ്മൾ ഇതിനുള്ള മസാല തയ്യാറാക്കി എടുക്കുന്ന ഒരു സമയം വരെ നമുക്ക് ഇതൊന്ന് ഉപ്പും വെള്ളത്തിൽ ഇരുന്നോട്ടെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേക സമയമൊന്നും കണ്ടെത്തണ്ട. നമ്മൾ വഴുതനങ്ങ വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ മുറിച്ചതിന് ശേഷം ഇതിനുള്ള മസാലകളൊക്കെ തയ്യാറാക്കി വെക്കുന്ന ഒരു സമയം വരെ നമുക്കിത് ഉപ്പും വെള്ളത്തിൽ മുക്കി വയ്ക്കാം. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കാം. അപ്പോൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് ഇൻഗ്രീഡിയൻസ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു പാൻ സ്റ്റവിൽ വെച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പാൻ ചൂടായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഫ്ലെയിം കുറയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് കപ്പലണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പലണ്ടി നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കപ്പലണ്ടിയുടെ കൂടെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കപ്പലണ്ടി ആദ്യം തന്നെ ഫുള്ള് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണ്ട. കപ്പലണ്ടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എള്ളാണ്. അത് വെള്ള എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ വെള്ള എള്ള് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യം മല്ലിയാണ്. മല്ലിയും 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം 1 ടീസ്പൂൺ മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ചുവന്ന മുളകാണ്, അതായത് ഉണക്കമുളകില്ലേ, അത് ഒരു 3-4 എണ്ണം ചേർത്ത് കൊടുക്കുക. ഈ സമയത്തൊക്കെ ഫ്ലെയിം നല്ലപോലെ കുറച്ചിടുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഗ്രാമ്പു 2 എണ്ണം, ഏലക്ക 2 എണ്ണം, പട്ട 1 കഷ്ണം. ഇത്രയും ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവ വളരെ കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ മതി, അല്ലെങ്കിൽ കുറേ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറിക്ക് കയ്പ്പ് വരും കേട്ടോ. ഇനി നമ്മൾ ഈ സമയത്തൊക്കെ ഞാനിവിടെ ഫ്ലെയിം നല്ല പോലെ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഞാനിതിവിടെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കരിയാതെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുക. കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവിയുടെ ഒരു ടേസ്റ്റൊക്കെ പോവും. അപ്പോൾ അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറയുന്നത്. ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ റെഡിയായി കഴിഞ്ഞാൽ, കാരണം ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ട് കുറച്ച് നാളികേരം കൂടി റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. നാളികേരം ഞാനിവിടെ കപ്പലണ്ടിയും മല്ലിയൊക്കെ ഇട്ടപ്പോൾ റോസ്റ്റ് ചെയ്തെടുക്കാത്തതിൻ്റെ കാരണം രണ്ടിനും 2 കുക്കിംഗ് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് കപ്പലണ്ടിയുടെ കൂടെ ഇടാതെ തന്നെ നാളികേരം ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 1/2 കപ്പ് നാളികേരം ഉണ്ട് കേട്ടോ. ഈ 1/2 കപ്പ് നാളികേരം ചിരകിയതും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ സാധാരണ തേങ്ങ വറുത്തരച്ച കറിയൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ല ബ്രൗൺ കളറിലാണ് നമ്മൾ തേങ്ങ വറുത്തെടുക്കുക. ഇവിടെ ഞാൻ ബ്രൗൺ കളറിൽ അങ്ങനെ തേങ്ങ വറുത്തെടുക്കുന്നില്ല കേട്ടോ. ഇത് കുറച്ചൊന്ന് റോസ്റ്റായി വന്ന്, അതായത് നമ്മളിപ്പോൾ തേങ്ങ റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരില്ലേ, അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കിയിടാണ് ചെയ്യുന്നത്. പിന്നീട് ഞാനിത് നല്ലപോലെ ബ്രൗൺ കളർ ആവാൻ നിൽക്കുന്നില്ല. അപ്പോൾ ബ്രൗൺ കളറിൽ തേങ്ങ വറുത്തെടുത്തിട്ട് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് തന്നെ തേങ്ങ ബ്രൗൺ കളറായി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഒരിക്കലും ഇത് റോസ്റ്റ് ചെയ്ത് കിട്ടില്ല, അത് കരിയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നല്ല ബ്രൗൺ കളറാക്കി എടുക്കണമെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നിങ്ങൾ റോസ്റ്റ് ചെയ്തെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക.
അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തേങ്ങ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ തേങ്ങ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതെല്ലാം ചൂടാറിയതിന് ശേഷമാണ് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ തേങ്ങ മാറ്റിയിട്ട് ആ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിൽ നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ, പ്രശ്നമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഓയിൽ എടുക്കാം. ഇനി ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചേക്കുന്ന സബോള, അതേപോലെ പച്ചമുളക്, കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ സബോള ഒരു മീഡിയം സൈസ് സബോളയാണ്. മീഡിയം സൈസ് സബോള ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ സബോളയുടെ വലിപ്പം അനുസരിച്ച് നിങ്ങൾ 1, 2, 3 ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. അതേപോലെ 4-5 പച്ചമുളക് നെടുകെ കീറിയത്, പിന്നെ കറിവേപ്പില 2 തണ്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാം, സബോള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി എന്നുള്ളത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കാം. ഈ സബോള ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് മുഴുവൻ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ സബോള വഴന്ന് കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ഉപ്പ് പിന്നീട് നിങ്ങൾ കറിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ടാൽ മതി. ഞാനിവിടെ ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാ, ഇനി ഞാൻ പിന്നീട് ഉപ്പ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ സബോള വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മസാലപ്പൊടികളൊക്കെ വളരെ കുറഞ്ഞ അളവിലേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തപ്പോൾ ആവശ്യത്തിനുള്ള മല്ലി, അതേപോലെ തന്നെ ചുവന്ന മുളകൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1/2 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും. അത്രയും ആവശ്യം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഓവർ മസാലയായി മാറും നമ്മുടെ കറിക്ക്. ഈ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ കഴുകി വെച്ചേക്കുന്ന വഴുതനങ്ങയില്ലേ, അതായത് കഴുകി മുറിച്ച് ഉപ്പും വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന നമ്മുടെ വഴുതനങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെറുതെ വഴുതനങ്ങ മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ, ആ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ലേ. ആ വഴുതനങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മളപ്പോൾ പാൻ എടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കണം കേട്ടോ, നമ്മളെ വഴുതനങ്ങ മുറിക്കാതെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ വഴുതനങ്ങ മുഴുവനായും കൊള്ളുന്ന വിധത്തിലുള്ള ഒരു പാനായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ മൂടി വയ്ക്കുകയാണ്. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒന്ന് മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മൂടി വയ്ക്കുന്നില്ല. 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമ്മൾ മൂടി തുറന്നിട്ട് അരപ്പ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ചിട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മിക്സിയുടെ ജാറിലേക്ക് ഒരുമിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം കുറച്ചധികം ഒഴിച്ചു കൊടുക്കണം. വെള്ളം നമ്മൾ 1.5 കപ്പ് വെള്ളമെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. കാരണം വെള്ളം നമ്മൾ അധികം ഒഴിച്ചു കൊടുക്കാണ്ട് അരപ്പ് ഇങ്ങനെ കുറുകിയിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് നല്ലപോലെ തിളച്ച് വഴുതനങ്ങ അതിൽ കിടന്നിട്ട് വേവാനുള്ള അത്ര അരപ്പ് നമുക്ക് കിട്ടില്ല. അതേപോലെ തന്നെ ഇതൊന്ന് തിളച്ച് കുറുകി വരണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറുകിയിട്ടാണ് നമ്മൾ അരപ്പ് ഒഴിച്ചെടുക്കണമെന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് കറി നല്ല ടേസ്റ്റായിട്ട് കിട്ടി. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലിട്ട് കൊടുത്തിട്ട് ഇതിലിപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് വെള്ളത്തിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേരവും കപ്പലണ്ടി മല്ലി എല്ലാം ഇപ്പോൾ ഇതിലിട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് മൂടി വെക്കാം. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ കുക്കായിട്ട് കിട്ടുമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വാടി കിട്ടുള്ള ഈ ഒരു 5 മിനിറ്റിനുള്ളിൽ. അപ്പോൾ ഇനി 3 മിനിറ്റ് കൂടിയും ഒന്ന് മൂടി വെക്കുക. ഇനി നമുക്ക് 3 മിനിറ്റിന് ശേഷം വീണ്ടും മൂടി തുറന്നിട്ട് നമ്മളുടെ അരപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
വഴുതനങ്ങയൊക്കെ ശരിക്കും നമ്മൾ ചെറുതീയിൽ വെച്ചിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാടി കിട്ടുന്നതാണ്. പക്ഷേ ഇത് ഇത്രയും സമയം നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മുറിക്കാണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് കുറച്ചൊരു കുക്കിംഗ് ടൈം അധികം വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട, നമ്മൾ മുറിക്കാണ്ടിട്ട് ചെയ്യുന്ന വഴുതനങ്ങ ആയതുകൊണ്ടാണ്. നമുക്ക് പിന്നെ ഈ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി കിട്ടുകയും വേണം, അതുകൊണ്ടാണ് ഇത്രയും കുക്കിംഗ് ടൈം വരുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പുളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേവിയിലേക്ക് 1/2 ടീസ്പൂൺ പുളിയുടെ പേസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ പേസ്റ്റ് ആയതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗ്രേവിയൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഗ്രേവി ഒഴിച്ചെടുക്കുന്ന ആ സമയം കൊണ്ട്. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് കുറുക്കി നമ്മളുടെ വഴുതനങ്ങ നമ്മൾ ആവശ്യത്തിന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ഗ്രേവിയൊക്കെ ഇപ്പോൾ ഇവിടെ തിക്കായി, നമ്മളുടെ വഴുതനങ്ങയൊക്കെ നല്ല പോലെ വെന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി കറിയാണ് ഇത്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ എല്ലാം യോജിക്കും. അപ്പോൾ വീഡിയോ കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും